ക്രിമിനൽ കേസ് പ്രതികളെ പാർട്ടിയിൽ ചേർത്ത സംഭവത്തിൽ ന്യായീകരണവുമായി സിപിഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി. ഇവർക്കെതിരായ കേസുകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കെ.പി. ഉദയഭാനു. പത്തനംതിട്ട മലയാലപ്പുഴ സ്വദേശി ശരൺ ചന്ദ്രൻ അടക്കം 60ഓളം പേരാണ് ഇന്നലെ സിപിഎമ്മിന്റെ ഭാഗമായത്. കൊലപാതക ശ്രമം, സ്ത്രീകളെ ശല്യം ചെയ്യൽ അടക്കമുള്ള കേസുകളിലെ പ്രതിയാണ് ശരൺ. ഈ കാപ്പയെ സംബന്ധിച്ച് ശരിയായ ധാരണയില്ലാത്തതുകൊണ്ടാണ് മാധ്യമങ്ങൾ ഈ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ആർഎസ്എസിലും അതുപോലെ തന്നെ യുവമോർച്ചയിൽ നിന്നപ്പോൾ നിങ്ങൾ ഒരു ഇത്തരം അദ്ദേഹത്തിനെതിരായിട്ട് ഒരു ആരോപണവും ഉന്നയിച്ചിട്ടില്ല. അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം ശരിയായ രീതിയിലേക്ക് മാറാൻ തീരുമാനിച്ചപ്പോഴാണ് ഇപ്പോഴാണ് അദ്ദേഹത്തെ നിങ്ങൾ സാമൂഹ്യ വിരുദ്ധനായിട്ട് കാണുന്നത്. അത് സാമൂഹ്യ വിരുദ്ധൻ എന്ന് പറയുന്നത് പൊതുപ്രവർത്തകരുടെ പേരിൽ എടുക്കേണ്ട കേസല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. കാപ്പയിൽ പ്രതിയായിട്ടല്ല. അതിൽ 6 മാസത്തേക്ക് പോലീസ് തീരുമാനിക്കും, അതല്ലെങ്കിൽ കളക്ടർ തീരുമാനിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തെ ജയിലിലടച്ചു. അത് കഴിയുമ്പോൾ ആ കേസില്ല. സി.കെ. അഭിലാൽ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. അഭിലാൽ, ന്യായീകരണം പലതരത്തിൽ നമ്മൾ കേൾക്കാറുണ്ട്. കാപ്പ കേസിനെ അല്ലെങ്കിൽ കാപ്പ നിയമത്തെ ഉൾപ്പെടെ ഇത്തരത്തിൽ ലഘൂകരിച്ചൊരു നേതാവ് സംസാരിക്കുക എന്ന് പറയുമ്പോൾ അത് അത്ഭുതത്തോടെ അത് നോക്കിക്കാണാനാകുന്നില്ല. എന്താണ് പറയുന്നത്? ഇവർക്കെതിരെയുള്ള കേസുകൾ എന്തൊക്കെയാണ്? ഇതിലുള്ള പാർട്ടി ന്യായീകരണം എങ്ങനെയാണ്? മലയാലപ്പുഴ സ്വദേശികളും ഇതര രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളുമായി കഴിഞ്ഞ കാലയളവിൽ പ്രവർത്തിച്ചിരുന്ന ഏറെക്കുറെ 63 പേരാണ് ഇന്നലെ സിപിഎമ്മിലേക്ക് കടന്നു വന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന തരത്തിൽ കരുതപ്പെടുന്നത് കാപ്പ കേസ് പ്രതിയായിട്ടുള്ള ശരൺ ചന്ദ്രൻ എന്നുള്ള ആളാണ്. ഇതാണ് വലിയ വിവാദത്തിന് വഴിവെച്ചത്. എന്നാൽ സിപിഎം ജില്ലാ സെക്രട്ടറി ആ വിഷയത്തിൽ വിശദീകരണവുമായി ഇന്ന് രംഗത്ത് വരികയാണ്. സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായ ഒരു നടപടിയും അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് സിപിഎം ജില്ലാ സെക്രട്ടറി കെ.പി. ഉദയഭാനു വിശദീകരിക്കുന്നത്. അതേസമയം തന്നെ പോലീസ് റിപ്പോർട്ടിൽ തുടർച്ചയായി സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നും തുടർ നടപടികൾ വേണ്ട എന്ന് ഉണ്ടെങ്കിൽ അച്ചടക്കത്തോടെയുള്ള പ്രവർത്തനം ഉണ്ടാകണമെന്നുള്ള തരത്തിൽ പോലീസ് അയാൾക്ക് നൽകിയ നോട്ടീസിൻ്റെ പകർപ്പടക്കം മാധ്യമങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. ചുരുക്കത്തിൽ 2017 മുതൽ ഈ കഴിഞ്ഞ മാസം ഏപ്രിൽ വരെയുള്ള കാലയളവിൽ മലയാലപ്പുഴ, പത്തനംതിട്ട സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്യപ്പെട്ട നിരവധി കേസുകളിലെ പ്രതിയാണ് ശരൺ ചന്ദ്രൻ. അതിൽ ഏറ്റവും സവിശേഷമായിട്ടുള്ളത് വധശ്രമം, അസഭ്യം പറയൽ, അടിപിടി കൂടുക, സംഘം ചേർന്നുള്ള അക്രമം, മാരകായുധങ്ങൾ ഉപയോഗിച്ചുള്ള അക്രമം, സ്ത്രീകളെ ശല്യം ചെയ്യൽ തുടങ്ങിയ കേസുകളാണ് അയാൾക്കെതിരെ ചുമത്തപ്പെട്ടിട്ടുള്ളത്. ഇതൊക്കെ തന്നെ കഴിഞ്ഞ കാലയളവിൽ RSS BJP സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളതാണ് എന്നുള്ളതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഒപ്പം തന്നെ മുൻകാലയളവിൽ ഇയാൾ ഇത്തരം കേസുകളിൽ പ്രതിയായപ്പോൾ അയാൾ പരിശുദ്ധനാണ്, CPM-ലേക്ക് വന്നപ്പോൾ മാത്രമാണ് മാധ്യമങ്ങൾ ഇതിനെ വലിയ തോതിൽ വിവാദമാക്കി മാറ്റുന്നത് എന്നുള്ള ആരോപണം CPM ജില്ലാ സെക്രട്ടറി നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ അയാൾ കാപ്പ കേസിൽ പ്രതി അല്ല എന്ന് വിശദീകരിക്കാൻ കൂടിയാണ് അദ്ദേഹം തയ്യാറാകുന്നത്. കാപ്പ കേസിലെ നടപടിക്രമങ്ങൾക്ക് ആയുസ് എന്നത് 6 മാസ കാലയളവാണെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പാർട്ടി നടപടികളെ അദ്ദേഹം പൂർണ്ണമായ രീതിയിൽ ന്യായീകരിക്കുകയാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ കാലയളവിൽ മോശം പ്രവർത്തനമുണ്ടായ ആളുകൾ തെറ്റുതിരുത്താൻ്റെ ഭാഗമായി അത്തരം നടപടികൾക്ക് തയ്യാറായാൽ അവരെ സ്വീകരിക്കുക എന്നുള്ളത് പാർട്ടിയുടെ പൊതുവായ നയ സമീപനത്തിന്റെ ഭാഗമാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ചുരുക്കത്തിൽ ഏതെങ്കിലും ക്രിമിനൽ